നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 2026 കീം എൻട്രൻസിന്റെ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. പക്ഷെ ആരുമേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഡേറ്റ് വന്നു, എല്ലാ വർഷവും നടക്കുന്ന പോലെ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. ഈ 2026 ഇപ്പോൾ നടക്കാൻ പോകുന്ന കീം എൻട്രൻസിന്റെ ഡേറ്റ് ഏപ്രിൽ 15 എന്ന് പറയുമ്പോൾ നമ്മുടെ +2 കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര ദിവസം ഇത് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി ടൈം കിട്ടും? കൂടി വന്നാൽ ഒരു 17-18 ദിവസം. ഇതും കൊണ്ട് അവരെന്ത് ചെയ്യാനാ? ഒരിക്കലും ഒന്നും ചെയ്യാനില്ല. അവരതുകൊണ്ട് ഈ ദിവസം കൊണ്ട് അവർ ഒരു ലെവലിൽ, മീൻസ് ഒരു എൻട്രൻസ് ലെവലിൽ നിന്ന് പഠിച്ച് ഈ എൻട്രൻസ് എഴുതാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും നടക്കത്തില്ല. പിന്നെ ഇതൊരു ചടങ്ങിന് നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അത്ര നടത്തിപ്പോവാം, അത്രേ ഉള്ളൂ. ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിനകത്ത് പ്രയോജനം കിട്ടുന്ന ഒരു കൂട്ടരുണ്ട്. അത് പ്രത്യേകിച്ച് CBSEയും പിന്നെ ICSE. ഇവർക്ക് ഇതിനകത്തൊന്നും നല്ല പ്രയോജനം കിട്ടും. അപ്പൊ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അവരിപ്പോൾ ഓൾറെഡി അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത് അതേ ലെവലിൽ നിന്നുകൊണ്ടാണ്, മീൻസ് ഇച്ചിരി ഹൈ ലെവലിൽ നിന്നുകൊണ്ടാണ് അവർ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരള സിലബസിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരുവിധം അല്ലാതെ ഒത്തിരി ഹൈ ലെവലിലോട്ട് പോകുന്ന പ്രോബ്ലംസുകൾ എക്സാമിന്, പബ്ലിക് എക്സാമിന് വരാറില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും പഠിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ വരെയുള്ളൂ. പക്ഷേ ഒരു എൻട്രൻസ് എക്സാമിനോളം ഒരിക്കലും എത്താറില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക ടൈം, ഇതിനൊരു നല്ലൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരു എൻട്രൻസിനെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇതാദ്യമായിട്ട് ഇത്രയും നേരത്തെ എക്സാം വരുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ഒരു മാസമെങ്കിലും നമുക്ക് കിട്ടിയായിരുന്നു. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 40-45 ദിവസം, 50 ദിവസം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സിലബസിലെ കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാം, നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടും, റാങ്ക് കിട്ടും. പക്ഷെ ഈ വർഷം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നുമേ നേടാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നമ്മുടെ കുട്ടികളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അത്ര വലിയൊരു ടഫായിട്ടുള്ള രീതിയിൽ കൂടെ ഒന്നുമുള്ള പ്രോബ്ലംസുകളെ അവർ പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. അവർ അങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ എക്സാം നമ്മുടെ വന്നേക്കുന്ന ക്രിസ്മസ് എക്സാം ഇത്തിരി ടഫായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അവർ ഉടനെ അങ്ങ് മാറി ഉടനെ നമ്മുടെ ഒരു എൻട്രൻസ് സെല്ലിലോട്ട് ഇപ്പം വരാൻ പോകുന്ന ബോർഡ് എക്സാം വരുമെന്ന് പറഞ്ഞിട്ട് പഠിക്കത്തില്ല. അപ്പൊ എന്തായാലും അതിനുവേണ്ടി പ്രത്യേകം എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഇതിനൊരു സമയം കണ്ടെത്തി ഇച്ചിലൂടെ നമ്മുടെ എൻട്രൻസ് നടത്തുന്ന ഡേറ്റ് മാറ്റി കിട്ടിയാൽ നമ്മളുടെ കുട്ടികൾക്ക് നല്ല പ്രയോജനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സാം കൊണ്ട് ഒരു പ്രയോജനം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം തന്നെ പല പ്രശ്നങ്ങളുണ്ടായി. ഒത്തിരി കോടതി വരെ, സുപ്രീം കോടതി വരെ പോയ കേസുകളുണ്ട് മാർക്കിന്റെ കാര്യത്തിൽ. ഈ വർഷം അപ്പം അതിൻ്റെ ഒരു കാര്യം വന്നിട്ടില്ല. എങ്ങനെയാണ് എൻട്രൻസ് നടക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം കുട്ടികൾ പഠിക്കേണ്ട രീതിയിൽ തന്നെ വ്യത്യാസം. അതൊക്കെ ഞാൻ പറയുന്നത് നേരത്തെ തന്നെ ഒന്ന് പബ്ലിഷ് ചെയ്യണം. ഈ വർഷത്തെ എൻട്രൻസ് എക്സാം ഇങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തെ പോലെ ആണെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്. മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ ഉടൻ തന്നെ ഒരു താമസമില്ലാതെ പബ്ലിഷ് ചെയ്യണം. കാരണം പല കുട്ടികൾക്ക് അത് അറിഞ്ഞിട്ട് വേണം പഠിക്കേണ്ട രീതികളും. ഒരു ചെറിയൊരു മോൾഡ് ചെയ്ത രീതിയിൽ കൂടെ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒരു രൂപപ്പെട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ല ലാസ്റ്റ് വന്നിട്ട് ഇന്ന മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിപ്പോവും, ആകെ പണി കിട്ടും. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ഡേറ്റ് ഉറപ്പായിട്ടും ഏകദേശം ഒരു മാസമെങ്കിലും കുട്ടികൾക്ക് കിട്ടിയെങ്കിലേ എന്തെങ്കിലും കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുമേ അവർക്ക് പ്രയോജനം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. CBSE കുട്ടികൾക്കും ICSE കുട്ടികൾക്കും കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ മുൻപന്തിയിൽ, മീൻസ് മുന്നിലുള്ള റാങ്കിലോട്ട് എത്തിപ്പെടും. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം നിങ്ങളിത് മറ്റുള്ള കുട്ടികളിലോട്ട് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും, മാറ്റം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ കൂടെ കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.